ഹായ്, ഞാനിവിടെ കണവ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. കണവ റോസ്റ്റ് എന്ന് പറയുമ്പം നല്ല ഡ്രൈ അല്ല, ഇച്ചിരി ഗ്രേവിയൊക്കെ ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് കുക്കറിൽ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് സവാള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. അപ്പോൾ സവാള ഒരു വലിയ സവാള എടുത്തിരിക്കുന്നത്, ചെറിയ ഉള്ളി ഒരു 10 എണ്ണം, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ അനുസരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഒരു 5-6 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പിന്നെ കറിവേപ്പിലയുണ്ട് കേട്ടോ. ഇത് കണവയാണ് കേട്ടോ. ഇത് ഒരു കിലോയോളം കണവയുണ്ടായിരുന്നു. ഇത് ഫിഷ് മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ക്ലീനാക്കി നമ്മൾ മേടിച്ചത് അങ്ങനെ. അപ്പോൾ നമ്മൾ അടിക്കട്ടിയുള്ളൊരു കുക്കർ എടുക്കുക, അതിനകത്തോട്ട് വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് കടുക്, പിന്നെ നമ്മുടെ പെരിഞ്ചീരകം വേണം, അതൊരു 1/4 ടീസ്പൂണോളം മതിയായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ല കുനുകുന അരിഞ്ഞെടുക്കുന്നതായിരിക്കും എളുപ്പം. നമ്മുടെ സവാളയും ചെറിയ ഉള്ളിയൊക്കെ നമുക്കതിന് ശേഷം ഇട്ട് കൊടുക്കാവേ. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കണേ, നന്നായി വഴന്ന് കിട്ടാനായിട്ട്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഫ്ലെയിം ഇത്തിരി കുറച്ച് വെച്ചിട്ട് കുക്കറിൻ്റെ അടപ്പ് തിരിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. ഞാനിപ്പോൾ ഇവിടെ മീറ്റ് മസാല എടുത്തിരിക്കുന്നത്. മീറ്റ് മസാല ഒരു 2-2.5 ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് വരെ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂണിനടുത്ത് മുളക് പൊടിയും ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, മസാല നന്നായിട്ട് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട്. അതിനുശേഷം ഞാൻ അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കണവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ കണവ ഒന്നെങ്കിൽ പെട്ടെന്ന് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. 2 രീതിയിൽ എടുക്കാവേ. അപ്പോൾ പെട്ടെന്ന് വേവിച്ചെടുക്കുന്ന അത്ര ഇതിൽ ഗുണം കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് നന്നായിട്ട് വേവിച്ചെടുക്കും. അതിനുവേണ്ടിയാണ് ഞാൻ കുക്കർ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴത്തേന് അതൊരു റബ്ബർ പോലെ ഇരിക്കും. നമുക്കറിയാമല്ലോ, അത് കടിക്കുമ്പോൾ ഒരു റബ്ബർ പരുവത്തിൽ. ചെമ്മീനും അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കും. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണ്ട. നമുക്ക് എത്ര ഗ്രേവി വേണോ അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഗ്രേവി അധികം വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇതിപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതിയാവും കേട്ടോ. ഒറ്റ വിസിലടിച്ചിട്ട് അതിൻ്റെ ഇത് പോയി കഴിയുമ്പോഴത്തേനും നമുക്കത് തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് പാകത്തിൽ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് നമുക്ക് വിസിലടിപ്പിക്കാവേ. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒറ്റ വിസിൽ മതിയല്ലോ. ഇതിപ്പോൾ കണ്ടോ, നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചുള്ളായിരുന്നു. ഇനി ഞാനിത് വേറൊരു ചട്ടിക്കകത്തോട്ട് മാറ്റുകയാണ്. എന്നിട്ട് അതിനകത്തോട്ട് തിളപ്പിച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ച് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ കേട്ടോ. പിന്നെ ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നമ്മുടെ ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ. ബൈ.